അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രോഗം, യാത്ര തുടങ്ങിയ കാരണം കൂടാതെ റമളാൻ നോമ്പ് നഷ്ടപ്പെടുത്തിയവൻ വേഗത്തിൽ ഖളാ വീട്ടൽ നിർബന്ധമാണ്. ശവ്വാൽ 2 മുതൽ തന്നെ അവൻ ഖളാ വീട്ടണം. പിന്തിച്ചാൽ കുറ്റക്കാരനാവും. നോമ്പ് ഖളാ ആക്കിയതിന്റെ പേരിൽ കുറ്റക്കാരനായതുപോലെ. ഇനി നോമ്പ് ഖളാ ആയി ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ടവന്റെ അവകാശികൾ നോമ്പ് നോറ്റ് വീട്ടുകയോ അനന്തര സ്വത്തിൽ നിന്ന് മുദ് നൽകുകയോ വേണം. നോമ്പ് ഖളാ ആക്കി എത്ര വർഷം കഴിഞ്ഞിട്ടാണോ മരണപ്പെട്ടത് അത്രയും വർഷത്തെ എണ്ണം അനുസരിച്ച് പിന്തിച്ചതിന്റെ മുദ് നിർബന്ധമാകും. അനന്തരാവകാശികൾ നോമ്പ് ഖളാ വീട്ടിയാലും വർഷങ്ങൾ പിന്തിച്ചതിന്റെ പേരിലുള്ള ഫിദിയ ഒഴിവാകില്ല. കാരണം മൂലം നോമ്പ് ഖളാ ആക്കിയാൽ അടുത്ത റമളാനിന് മുമ്പ് ഖളാ വീട്ടിയാൽ മതി. കാരണത്തോടെയോ അല്ലാതെയോ റമളാൻ നോമ്പ് നഷ്ടപ്പെട്ടവൻ പിന്തിക്കാൻ ആവശ്യമായ യാതൊരു കാരണവും കൂടാതെ അടുത്ത റമളാൻ വരെ പിന്തിച്ചാൽ നോമ്പ് ഖളാ വീട്ടലോട് കൂടി പിന്തിച്ചതിന്റെ പേരിൽ ഒരു നോമ്പിന് 1 മുദ് വീതം ഭക്ഷ്യവസ്തു ഫിദിയയായി നൽകണം. പിന്തിച്ചിടുന്ന വർഷങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് മുദ്ദിന്റെ എണ്ണവും വർദ്ധിക്കും. ഇനി റമളാൻ നോമ്പ് ഒരാൾക്ക് കാരണം മൂലം നഷ്ടപ്പെടുകയും അത് ഖളാ വീട്ടാൻ സൗകര്യപ്പെടും മുമ്പ് മരണപ്പെടുകയും ചെയ്താൽ പ്രസ്തുത നോമ്പ് ആരും വീട്ടേണ്ടതില്ല. അവകാശികൾ ഫിദിയ നൽകേണ്ടതുമില്ല. മയ്യത്ത് ഇതിന്റെ പേരിൽ കുറ്റക്കാരനാവുമില്ല. റമളാനിൽ തന്നെ മരണപ്പെടുക അല്ലെങ്കിൽ രോഗിയായി മാറുക തുടങ്ങിയ കാരണങ്ങൾ മുഖേന ഖളാ വീട്ടാൻ സൗകര്യപ്പെടാതെ വരാം. ഇനി കാരണം കൊണ്ട് റമളാൻ നോമ്പ് നഷ്ടപ്പെടുകയും അത് ഖളാ വീട്ടാൻ സൗകര്യപ്പെടുകയും ചെയ്ത ശേഷം ഖളാ വീട്ടാതെ മരണപ്പെട്ടാൽ ഖളാ വീട്ടാത്തതിന്റെ പേരിൽ മയ്യത്ത് കുറ്റക്കാരനാണ്. അവന്റെ നോമ്പ് രക്ഷാകർത്താവ് നോറ്റ് വീട്ടണം. നോറ്റ് വീട്ടുന്നില്ലെങ്കിൽ ഫിദിയ നൽകണം. ഒരു നോമ്പിന് 1 മുദ് എന്ന ഭക്ഷ്യവസ്തു വെച്ച് നൽകണം. ഇനി മയ്യത്തിന്റെ നോമ്പ് രക്ഷാകർത്താവ് അനുഷ്ഠിച്ചാൽ നോമ്പിന്റെ ഫിദിയ ഒഴിവാകും. ഇനി നിയ്യത്ത് മറന്നത് മൂലം നോമ്പ് നഷ്ടപ്പെട്ടാൽ ആ നോമ്പ് സാവകാശം ഖളാ വീട്ടിയാൽ മതി. സാവകാശം എന്നതിന്റെ വിവക്ഷ അടുത്ത റമളാനിന് മുമ്പ് എന്നാണ്. ഗർഭിണിയും മുലയൂട്ടുന്നവളും അവളുടെ ശരീരത്തിന്റെ കാര്യത്തിൽ ഭയന്ന് നോമ്പ് ഒഴിവാക്കിയാൽ ഖളാ വീട്ടിയാൽ മതി. സ്വയം ശരീരത്തിന്റെയും കുഞ്ഞിന്റെയും കാര്യത്തിൽ ഭയന്ന് നോമ്പ് ഒഴിവാക്കിയാലും ഖളാ വീട്ടിയാൽ മാത്രം മതി. അതേസമയം കുഞ്ഞിന്റെ മാത്രം ബുദ്ധിമുട്ട് ഭയന്ന് നോമ്പ് ഒഴിവാക്കിയാൽ ഖളാഇന് പുറമെ ഓരോ നോമ്പിനും 1 മുദ് വീതം ഭക്ഷ്യവസ്തു നൽകണം. ഇൻഷാ അല്ലാഹ് നോമ്പിന്റെ ഒരുപാട് കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ ഈ വീഡിയോയിൽ പറഞ്ഞു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്കും ഉപകാരപ്പെട്ട അറിവാകട്ടെ ഇത്.